ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ അൽഹംദുലില്ലാ സുഖമായിട്ടിരിക്കുന്നു. നാട്ടിൽ പോണേക്കാൾ മുമ്പ് 2-3 കാര്യങ്ങൾ ചെയ്ത് വെക്കണം എന്ന് എൻ്റെ മനസ്സിലൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ആദ്യത്തെ കാര്യമാണ് എൻ്റെ കസിൻ ഇവിടെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾ വർക്കിംഗ് കൂടി ആയതുകൊണ്ട് ഹോം മെയ്ഡ് ഫുഡുകൾ തീരെ ഉണ്ടാക്കാനോ കഴിക്കാനോ ഒന്നും പറ്റാത്ത ഒരു സിറ്റുവേഷനാണ്. മാത്രമല്ല ആൾ ഫിസിക്കലി നല്ല ടയേർഡുമാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് വേണം നാട്ടിൽ പോകണം എന്നുള്ളത് എൻ്റെ ഒരു പ്ലാനിങ് ആയിരുന്നു. അപ്പോൾ അൽഹംദുലില്ലാ അത് നടന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ഇത് അതിൻ്റെ തലേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ തലേ ദിവസം തന്നെ അവൾക്ക് എന്തൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളൊരു മെനു ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്ത് അത് ഞാൻ എഴുതി വെക്കും കേട്ടോ. അത് ഒരുപാട് ഫുഡ് ഉണ്ടാക്കുന്നൊരു ദിവസം ഞാൻ ഫസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ. എന്തൊക്കെയാണ് കൊടുക്കേണ്ടതെന്നുള്ളൊരു ഐഡിയ നേരത്തെ ഉണ്ടാക്കി വെക്കും. അപ്പോൾ ആൾക്ക് എപ്പോഴും ഈ ഒരു സമയത്ത് നാടൻ ഫുഡുകളാണ് കൂടുതൽ ഇഷ്ടം. റൈസും ഫിഷ് കറി, തോരൻ അങ്ങനത്തെയൊക്കെ ഫുഡുകളോടാണ് കൂടുതൽ ഇഷ്ടം എന്നെനിക്കറിയാം. അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ മെനു പ്ലാൻ ചെയ്തത്. അപ്പോൾ അതനുസരിച്ച് എൻ്റെ കയ്യിൽ എന്തൊക്കെയാണ് ഇല്ലാത്തത് എന്ന് നോക്കിയിട്ട് ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടാണ്. എന്നിട്ട് ഞാനത് ഗ്രാൻഡിലേക്ക് മെസ്സേജ് ചെയ്തു. അപ്പോൾ അവരത് കൊണ്ടുവന്ന് തരുകയും ചെയ്യുമല്ലോ. അപ്പോൾ മെനു പ്ലാനിങ്ങും അതനുസരിച്ചുള്ള സാധനങ്ങളും നമ്മുടെ കയ്യിലില്ലാത്ത സാധനങ്ങളൊക്കെ തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്ത് വാങ്ങിച്ച് സെറ്റാക്കി വെക്കാം കേട്ടോ. എന്നാലാണ് നമുക്ക് പിറ്റേ ദിവസം പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാമല്ലോ. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ രാവിലെ തന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിച്ചിടാമെന്ന് വിചാരിച്ചിട്ടാണ്. എന്നാലാണ് എനിക്ക് കിച്ചണിലേക്ക് കയറുമ്പോൾ ഒരു സമാധാനമുള്ളൂ. അപ്പോൾ റൂമും കാര്യങ്ങളൊക്കെ അടിച്ചു വാരലും ക്ലീനിങ്ങും തുടയും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. പിള്ളേർ പതിവ് പോലെ 3 പേര് ഇന്ന് വീട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ടാസ്ക്കാണ്. എന്നാലും ഉച്ചക്കത്തേക്ക് ഫുഡും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. ലഞ്ചും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് വേറെ ടെൻഷനുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിള്ളേരെ മാനേജ് ചെയ്യണം എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. മക്കൾ വീട്ടിലിരിക്കുമ്പോഴുള്ള പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് വിശപ്പാണ് കേട്ടോ. എത്ര ഫുഡ് കഴിച്ചാലും എന്തെങ്കിലും സ്നാക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് വേണ്ട വരും. എപ്പോഴും കിച്ചണിൽ വന്നിട്ട് ഭയങ്കര ശല്യമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേ പിള്ളേരെ കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് ഒരാൾ ഡാൻസും പാട്ടും പരിപാടിയൊക്കെ ആയിട്ട് ഇതേ ഹോളിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ കിച്ചൺ ഒരു 3-4 ദിവസം കൂടുമ്പോൾ ഒന്ന് കഴുകും കേട്ടോ. വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് അടിച്ച് കഴുകും. എന്നിട്ട് ഇത് കഴുകി അതൊന്ന് ക്ലീനാക്കി നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടോ. അപ്പോഴാണ് കുറച്ച് തുണിയും കാര്യങ്ങളൊക്കെ വിരിച്ചിടാനും മടക്കാനും അലക്കിയിടാനും ഒക്കെ ഉള്ളൊരു കാര്യം ഓർത്തത് കേട്ടോ. അപ്പോൾ നേരെ അതും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് കിച്ചണിൽ നിൽക്കാമല്ലോ. അപ്പോൾ കുറേ തുണികൾ മടക്കി വെക്കാനുണ്ടായിരുന്നു കേട്ടോ. ആദ്യം തന്നെ ഞാനത് എടുത്ത് മടക്കി വെച്ചു. അപ്പോഴാണല്ലോ പുറത്ത് നമുക്ക് കാലിയായിട്ട് കിട്ടുള്ളൂ. നാട്ടിലത്തെ പോലെ ഒരുപാട് സ്പേസ് ഒന്നും ഇല്ലല്ലോ. എന്നിട്ട് നമ്മളുടെ വിഷയത്തിലുണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് വിരിച്ചിട്ടു. അപ്പോൾ ഇക്കാരുടെ ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ ഷർട്ടുകളാണെങ്കിലും ക്വിക്ക് വാഷിലാണ് കേട്ടോ ഇടാറ്. ഒരുപാട് അഴുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. സ്ഥിരം ഇടണ നല്ല ഷർട്ടുകളെല്ലാം 20 മിനിറ്റ് ക്വിക്ക് വാഷിലാണ് ഇടാറ്. പിന്നെ ഹാസിമിൻ്റെ ഡ്രസ്സുകളാണ് കേട്ടോ ഞാൻ ഈ ബോക്സിലാക്കി വെക്കുന്നത്. അപ്പോൾ അതും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ക്വിക്ക് വാഷാണ്. കാരണം ഒരു ദിവസം കുറേ ഡ്രസ്സുകൾ മാറുമല്ലോ ചെറിയ മക്കൾ. അപ്പോൾ അവൻ്റെ ഞാൻ സെപ്പറേറ്റ് ബാത്റൂമിൽ തന്നെ വെക്കലാണ് പതിവ് ഈ ഒരു ബോക്സിലാക്കിയിട്ട്. അങ്ങനെ അത്യാവശ്യം പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി മക്കൾക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയമാകുമ്പോൾ ചൂടാക്കി കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ മെനു കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചതുകൊണ്ട് തന്നെ എല്ലാം ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓരോ ഫുഡും ഉണ്ടാക്കേണ്ട ടൈമിങ്ങും ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ക്ലീനിങ് എല്ലാം കഴിഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ നല്ല ടയേർഡാണ്. അപ്പോൾ എന്തായാലും കുളിക്കേണ്ട സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ കുളിക്കുന്നതിന് മുമ്പ് ഞാൻ 2 തോരനാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അത് കഴിഞ്ഞിട്ട് കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുട്ടികൾക്ക് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം അടുത്ത പണിക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ തോരന് വേണ്ടിയിട്ട് ചീരയും അതേപോലെ വെണ്ടയ്ക്കയാണ് കേട്ടോ ഞാൻ പ്ലാൻ ചെയ്തത്. അങ്ങനെ അതെല്ലാം നന്നായിട്ട് കഴുകി വെള്ളം പോകാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. വെണ്ടയ്ക്ക എപ്പോഴും തോരനാക്കുമ്പോൾ നന്നായിട്ട് തന്നെ ഡ്രൈ ആക്കണം കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ തോരനാക്കണ സമയത്ത് നമുക്കറിയാമല്ലോ ഒരു വഴുവഴുപ്പ് പോലെ ഒരു സംഭവം അതിൽ നിന്ന് വരും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വെള്ളം ക്ലീൻ ചെയ്തിട്ട് തോരനാക്കിയാൽ മതി. മാത്രമല്ല വെണ്ടയ്ക്ക ഉണ്ടാക്കുമ്പോൾ തുറന്ന് വെച്ചിട്ട് തന്നെ വേവിക്കണം. പിന്നെ കുറച്ച് കട്ടിക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണം കേട്ടോ. ഒരുപാട് കനം കുറച്ച് അരിഞ്ഞാലും അങ്ങനെ ഒരു സംഭവം വരണ പോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ വെണ്ടയ്ക്ക നല്ല ഡ്രൈ ആയിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുന്ന പോലെ നമുക്ക് തോരനാക്കി എടുക്കാം കേട്ടോ. ചീരയും നല്ല ടൈപ്പ് ചീരയായിരുന്നു കേട്ടോ. അങ്ങനെ അത് വേഗം ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് തണ്ട് വേറെ സെപ്പറേറ്റ് മാറ്റി ഇലയും മാറ്റിയെടുത്തിട്ടാണ്. എന്നിട്ട് വേഗം തന്നെ കടുക് പൊട്ടിച്ച് വേവാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് തേങ്ങ കുറച്ച് ഒതുക്കി എടുക്കണം. അപ്പോൾ തേങ്ങയും കാര്യങ്ങളൊക്കെ ഫ്രീസറിൽ നിന്ന് ഞാൻ പുറത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ.
തേങ്ങയുടെ കൂടെ ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ജസ്റ്റ് ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ചീര പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ടാണ്, നല്ലൊരു ടൈപ്പ് ചീരയായിരുന്നു. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ ഒതുക്കിയ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ ചീരത്തോരൻ റെഡി ആയിട്ട് കിട്ടും. പിന്നെ അപ്പോഴത്തേനും വെണ്ടയ്ക്കയുടെ തോരൻ്റെ വീഡിയോ എടുക്കുന്ന സമയത്തേക്ക് എൻ്റെ ഫോൺ ഓഫായി പോയിട്ടോ, ഒട്ടും ചാർജ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി നെക്സ്റ്റ് ഉച്ച കഴിഞ്ഞിട്ടുള്ള കുക്കിംഗ് തുടങ്ങിയെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ ഒരു പരിപാടി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് എന്തായാലും ദോശമാവും കുറച്ചാക്കി കൊടുക്കുക. അപ്പോൾ അവൾക്ക് 2 ദിവസം ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കാനും സുഖമാണല്ലോ, ഹോം മെയ്ഡ് ആകുമ്പോൾ അത്രയും നല്ലതാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരച്ചു കൊടുക്കണമെങ്കിൽ നേരത്തെ തന്നെ അരി ഉഴുന്നൊക്കെ വെള്ളത്തിലിടണമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പണിയും കൂടി ഞാൻ വേഗം കഴിച്ചു വെച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ 2 ഗ്ലാസ് പച്ചരിയും ഒരു 3/4 ഗ്ലാസ് ഉഴുന്നും കുറച്ച് ചോറ് ഓൾറെഡി ഉണ്ടാക്കിയത് ഉച്ചയ്ക്ക് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ബാക്കി ഇട്ടിട്ട് അരയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു ടേബിൾ സ്പൂണോളം ഉലുവയും ഇട്ടിട്ട് നന്നായിട്ട് കഴുകിയിട്ടാണ്, ഈ പച്ചരിയിൽ നല്ല അഴുക്കാണല്ലോ, നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ തിളച്ച വെള്ളം ഒഴിച്ചാണ് കേട്ടോ വെച്ചത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അരച്ചെടുക്കുകയും ചെയ്യാമല്ലോ. നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അതും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉച്ചയ്ക്ക് മുമ്പുള്ള പണികൾ ഇത്രയാണ് കേട്ടോ കഴിഞ്ഞത്. 2 തോരനുമായി, അതേപോലെ ദോശയ്ക്കും വെള്ളത്തിലിട്ടിട്ടുണ്ട്. അടുത്തത് പിന്നെ കുളിയും നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിള്ളേർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ടാണ് കിച്ചണിലേക്ക് വന്നത്. അപ്പോൾ ഫസ്റ്റ് ഉണ്ടാക്കാനുള്ള പ്ലാനിങ് രസമാണ് കേട്ടോ. അപ്പോൾ രസത്തിന് വേണ്ടിയിട്ട് നമ്മളുടെ കുരുമുളകും വെളുത്തുള്ളിയും അതേപോലെ ചെറിയ ജീരകവും ഒക്കെ കൂടി ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കണം കേട്ടോ. പിന്നെ രസത്തിന് വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത് തക്കാളിയാണല്ലോ. അപ്പോൾ വലിയ 2 തക്കാളി എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് നന്നായിട്ട് കട്ട് ചെയ്തിട്ട് പുളിയുടെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കൈ കൊണ്ട് തിരുമ്മി എടുക്കുക കേട്ടോ. നന്നായിട്ട് തിരുമ്മിയതിന് ശേഷം നമുക്ക് അടുപ്പിലേക്ക് മാറ്റാം. എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മളുടെ ആ ഒരു വെളുത്തുള്ളിയുടെ കൂട്ടുണ്ടല്ലോ അതിട്ട് കൊടുത്താൽ മതി, പെട്ടെന്ന് കഴിയുമല്ലോ രസത്തിൻ്റെ പരിപാടി. അപ്പോൾ രസം ഞാൻ നേരെ തിളയ്ക്കാൻ വേണ്ടിയിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അടുത്തത് മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ, മാങ്ങ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ചമ്മന്തി ആക്കാമെന്ന് വിചാരിച്ചു. അതേ മാങ്ങ തൊണ്ടൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ കൂടെ ചെറിയുള്ളിയും വേണം, അതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കുകയാണ് കേട്ടോ. മാങ്ങയ്ക്ക് ഒരുപാട് പുളിയൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു മീഡിയം പുളിയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കൂടുതൽ മാങ്ങ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ തേങ്ങയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ കൂടി ഉപ്പൊക്കെ ഇട്ടിട്ടാണ് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ രസം തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒതുക്കിയ ആ ഒരു വെളുത്തുള്ളിയുടെ കൂട്ടുണ്ടല്ലോ അതും ഇട്ട് കൊടുത്തിട്ടൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് കുറച്ച് മല്ലിയില ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ വെള്ളം കുറവാണെങ്കിൽ എത്ര വേണമെങ്കിലും വെള്ളം കൂട്ടി ഒഴിക്കാം കേട്ടോ. അപ്പോൾ പുളി കുറവാണെങ്കിൽ പുളി ആഡ് ചെയ്യുക, ഉപ്പ് കുറവാണെങ്കിൽ അതനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ വേണ്ടത് താളിക്കലാണ്. കടുകും ഉലുവയൊക്കെ ഇട്ട് താളിച്ചൊഴിച്ചിട്ട് രസം അങ്ങനെ സെറ്റായി ഞാനത് അടച്ച് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പുത്രന്മാരെവിടെയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഡൈനിങ് ഹാളിലേക്ക് ചെന്നതാണ് കേട്ടോ. അപ്പോൾ അതേ 3 പേരും കൂടി നല്ല ഒത്തൊരുമയോടുകൂടി TV ഇരുന്ന് കാണുന്നുണ്ട്. വളരെ റെയറായിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ ആയിട്ട് മുട്ടൻ ഇടിയായിരിക്കും. ഇപ്പോൾ ഹാസിമും ഹാറൂനും നല്ല ഇടിയാണ് കേട്ടോ, എപ്പോൾ നോക്കിയാലും ഫൈറ്റാണ്. ഹാസിമും മോശമൊന്നും അല്ല കേട്ടോ, ചെറുതിൻ്റെ കയ്യിലിരിപ്പോൾ വളരെ മോശമാണ്. ഹാറൂന് ഒരു കാര്യമില്ലാതെ തല്ലുപിടിക്കാൻ വേണ്ടി പോകും കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് അങ്ങനെ കിച്ചണിലേക്ക് പിന്നെയും വന്നതാണ്. ഇനി അടുത്തത് ഞാൻ ഫിഷ് കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ തലേദിവസം തന്നെ ഫ്രഷ് നെറ്റിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്രാൻഡിൽ ഞാൻ ഫിഷ് വാങ്ങാറില്ല കേട്ടോ, വളരെ കുറവാണ്. എന്തെങ്കിലും എമർജൻസിക്ക് മാത്രം ഇവിടുന്ന് വാങ്ങിക്കാറുള്ളത്, അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് നേരിട്ട് വാങ്ങിക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കാളാഞ്ചിയാണ് കേട്ടോ പറഞ്ഞത്. നല്ല ഫിഷ് നോക്കിയിട്ട് ഞാൻ ഇക്കാരോട് പറയാൻ പറഞ്ഞപ്പോൾ ആൾ കാളാഞ്ചിയാണ് പറഞ്ഞത്. അതൊരു 1.5 കിലോയോളം വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഫ്രൈ ചെയ്തും കൊടുക്കാം, കുറച്ച് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ പാൻ വെച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചത്. ഉലുവ ഒന്ന് പൊട്ടിച്ചെടുത്തു. പിന്നെ നമ്മളുടെ ചെറിയുള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചതൊക്കെ ഇട്ട് കൊടുത്തു. പച്ചമുളകും കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു. നന്നായിട്ട് വഴണ്ട് വന്നപ്പോൾ നമ്മളെ പൊടികൾ ഇട്ട് കൊടുത്തു. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു. മാങ്ങ ഇട്ടിട്ടാണ് കേട്ടോ വെക്കുന്നത്. പിന്നെ ഇതിലേക്ക് തേങ്ങാപ്പാൽ വേണം കേട്ടോ. അപ്പോൾ തേങ്ങ അടിച്ചെടുക്കുന്നുണ്ട്. ഞാനൊരു 5 പാക്കറ്റോളം തേങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ തേങ്ങയ്ക്ക് ഷോർട്ട് വരും, കാരണം ചമ്മന്തി ഒക്കെ ആക്കാനുള്ളതല്ലേ. പിന്നെ ഞാൻ പായസം വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ, ചെറുപയർ പരിപ്പ് പായസം വെക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും തേങ്ങ നന്നായിട്ട് തന്നെ വേണം. അപ്പോഴാണ് ഞാൻ ഓർത്ത ചോറ് വെച്ചിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കറിലേക്ക് വെള്ളം നിറച്ചിട്ട് അതും വെച്ച് കൊടുക്കുന്നുണ്ട്. തേങ്ങ നന്നായിട്ടൊക്കെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ തേങ്ങാപ്പാലൊഴിച്ച് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് മാങ്ങയും ഫിഷൊക്കെ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. പിന്നെ കറിവേപ്പില ഉണ്ടായിരുന്നില്ല, അത് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വേപ്പുള്ളത് കൊണ്ട്
ആ വേപ്പിലയൊക്കെ പറിച്ചിട്ട് അതാണ് ഇട്ട് കൊടുത്തത്. മീൻകറി ആയി വന്നപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ച് പുളി കുറവുണ്ട് കേട്ടോ. മാങ്ങയ്ക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ കുറച്ച് പുളി കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയൊരു പീസ് കുടംപുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പുളിക്ക് വേണ്ടിയിട്ട്. നല്ല പീസുകളൊക്കെ ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിയിട്ടാണ്. തലയും പിന്നെ കുറച്ച് ചെറിയ പീസുകളും മാത്രമേ കറി വെക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നുള്ളൂ. എനിക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് തിളപ്പിക്കാനായിട്ട് ഭയങ്കര പേടിയാണ് കേട്ടോ. പിരിഞ്ഞു പോകുമോ എന്നുള്ളൊരു ടെൻഷനാണ്. ഒന്നാം പാല് രണ്ടാം പാലൊന്നും മാറ്റാൻ നിന്നിട്ടില്ല. എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഒഴിച്ച് തിളപ്പിച്ചെടുത്തത്. ദേ ഫിഷ് കറി അങ്ങനെ ദേ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഉണ്ടാക്കി കഴിഞ്ഞ് കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലേ. അങ്ങനെ അത് കൈയോടെ മാറ്റി വെച്ചിട്ടാണ്. ഇനി അടുത്തത് പായസത്തിൻ്റെ പണിയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇഷ്ടം പോലെ പാത്രങ്ങൾ വരും കേട്ടോ. അപ്പോൾ നമ്മൾ മെയിൻ ചെയ്യേണ്ട കാര്യം, നമ്മൾ എന്ത് ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിലും അതിൻ്റെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞ് ഉടനെ തന്നെ നമ്മൾ കിച്ചൺ ക്ലീൻ ചെയ്ത് ആ പാത്രങ്ങൾ കഴുകി വെക്കണം കേട്ടോ. അല്ലെങ്കിൽ കിച്ചൺ കംപ്ലീറ്റ് മെസ്സായിട്ട് വരും. അപ്പോൾ നമുക്ക് എവിടെ നിന്ന് തുടങ്ങണം, എന്ത് തുടങ്ങണം, ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ വട്ട് പിടിച്ചു പോകും. പ്രത്യേകിച്ച് ചെറിയ കിച്ചണാണെങ്കിൽ. ഒരുപാട് ഫുഡ് ഉണ്ടാക്കണ സമയമാണെങ്കിൽ നമ്മൾ അപ്പപ്പോൾ ക്ലീൻ ചെയ്ത് പാത്രം കഴുകി കമത്തി പോകണം കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ വെള്ളമൊക്കെ പോയി കഴിഞ്ഞ പാത്രങ്ങൾ എടുത്തു വെച്ചുകൊണ്ടേ ഇരിക്കണം. ഇതിൻ്റെ ഇടയിൽ ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടു പോവുകയേ ചെയ്യരുത്. അപ്പോൾ നമ്മളുടെ ചെറുപയർ ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് 1 കപ്പ് ചെറുപയറിലേക്ക് 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വേവാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. കുക്കറിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പണി കഴിയും. പക്ഷെ ആ സമയത്താണ് ഞാൻ ചോറ് കുക്കറിൽ വെച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ നേരം കൊണ്ട് പയർ വെന്ത് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ട് ഇത് നേരെ ഇടിയപ്പത്തിന് വാട്ടാൻ വേണ്ടിയിട്ട് പൊടി എടുത്തു കേട്ടോ. നമ്മൾ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കുന്ന ദിവസമാണെങ്കിൽ ഒരെണ്ണം ചെയ്തിട്ട് അത് വേവാൻ വേണ്ടിയിട്ടൊന്നും വെയിറ്റ് ചെയ്യരുത്. അപ്പോൾ 2 കാര്യങ്ങൾ അറ്റ് എ ടൈം കൊണ്ടുപോകണം. ഇപ്പോൾ നമ്മൾ ഈ ഒരു പരിപ്പ് വേവിക്കാൻ വെക്കുന്ന സമയത്ത് ഇടിയപ്പത്തിൻ്റെ പൊടി വാട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചൂടാറുമ്പോൾ നമുക്ക് അത് വാട്ടിയെടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യണം കേട്ടോ നേരത്തെ തന്നെ. ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അത് വേവാൻ വേണ്ടിയിട്ട് നമ്മൾ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സെയിം ടൈമിൽ നമ്മൾ നോക്കി വെക്കരുത്. അടുത്തത് എന്താണോ അതിനുള്ള പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾക്ക് ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് ഇതേ സംഭവം വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഇടയിൽ ഇവനെ കാണുന്നില്ല കേട്ടോ. അപ്പോൾ പോയി നോക്കിയതാണ്. അപ്പോൾ മൂപ്പർക്ക് ഇടയ്ക്കുള്ള പണിയാണ് ഈ ബെഡിൽ വന്നിട്ട് പാവേനെ വെച്ചിട്ട് കയറി കിടക്കൽ. അപ്പോൾ ഓൾമോസ്റ്റ് വൈകുന്നേരം ആയിട്ടുണ്ട്. അംദാനും ഹാറൂനൊക്കെ കളിക്കാൻ പോയേക്കുവാണ് കേട്ടോ. അവർ 5 മണിയാകുമ്പോൾ പോവും. എന്നിട്ട് മഗ്‌രിബിൻ്റെ സമയമൊക്കെ കഴിഞ്ഞ് വരും. എന്നിട്ട് പിന്നെയും പോവും. അങ്ങനെയാണ്. ഇപ്പോൾ രാത്രിയൊക്കെ ഫുള്ള് ഫ്രീ ആണല്ലോ, സ്കൂളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇത് അങ്ങനെ പായസം ഒന്ന് സെറ്റായി വന്നപ്പോൾ അതിലേക്ക് ഏലക്കയും ചുക്ക് പൊടിയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ശർക്കരയും തേങ്ങയുടെ 2ാം പാലൊക്കെ ഓൾറെഡി ഒഴിച്ചതാണ്. അത് ഇപ്പോൾ 1ാം പാൽ ഒഴിച്ചു. പിന്നെ കശുവണ്ടി മുന്തിരിയൊക്കെ ഇട്ട് ഒന്ന് താളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പായസത്തിൻ്റെ പണി ഇതേ സെറ്റായി വന്നിട്ടുണ്ട്. കുറച്ചൊന്ന് ലൂസായി പോയിട്ടുണ്ടായി. കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ സെറ്റാവുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇത്രയും ലൂസ് വേണ്ടായിരുന്നു കേട്ടോ. കുറച്ചും കൂടി പരിപ്പ് വേവിച്ചെടുത്തിരുന്നെങ്കിൽ സെറ്റായിട്ട് വന്നേനെ. അതല്ലെങ്കിൽ ശർക്കരയുടെയോ തേങ്ങയുടെയോ അളവ് കുറച്ചിരുന്നെങ്കിൽ പാകമായിട്ട് വന്നേനെ. എനിക്ക് കറക്റ്റ് അളവൊന്നുമില്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു പാകത്തിനാണ് അങ്ങനെ പായസമൊക്കെ വെക്കാറ്. അപ്പോഴത്തേനും നമ്മളുടെ ഇടിയപ്പത്തിൻ്റെ മാവ് ചൂടാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് മഗ്‌രിബിൻ്റെ ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 7:15 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോൾ കറിയും കാര്യങ്ങളും ചോറും എല്ലാം ആയിക്കഴിഞ്ഞപ്പോൾ കിച്ചണിൽ ഒട്ടും സ്പേസ് ഇല്ല കേട്ടോ. കൗണ്ടർ ടോപ്പ് ഫുള്ളായിട്ട് നിറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട് ഇടിയപ്പം സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതേ അങ്ങനെ പണി തുടങ്ങിയിട്ടുണ്ട്. ഞാനൊരു 2.5 ഗ്ലാസോളം അരിപ്പൊടി എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൊടിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അരോമയുടെ പാക്കറ്റാണ് ഞാൻ വാങ്ങിക്കാറ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ നാട്ടിൽ നിന്ന് വരുമ്പോൾ തീർന്നതനുസരിച്ച് കൊണ്ടുവരാണ് ചെയ്യാറ്. ഞാൻ ഇടിയപ്പം മാത്രം ഇത് വെച്ചിട്ട് ഉണ്ടാക്കലുള്ളൂ. പുട്ടൊക്കെ ആണെങ്കിൽ ഇൻസ്റ്റൻറ്റ് പുട്ടുപൊടി വെച്ചിട്ട് ഉണ്ടാക്കണോണ്ട് തന്നെ അത്യാവശ്യം ഉണ്ടാവും. അപ്പോൾ വിചാരിച്ച കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് കഴിയാറായി. ഇനി ഒരു മുട്ടക്കറിയും കൂടി ഉള്ളൂ കേട്ടോ. മുട്ട ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ ഫിഷും ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റി അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് മുട്ട പുഴുങ്ങിയതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മുട്ടക്കറിയും അങ്ങനെ സെറ്റായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ 2 തവണ എൻ്റെ ഫോണ് ചാർജ് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മുട്ടക്കറിയുടെ ഒന്നും ഒരു ഡീറ്റെയിൽഡ് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇനി അതെല്ലാം പാക്ക് ചെയ്യണ പരിപാടിയാണ് കേട്ടോ. അതും ഞാൻ ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുവന്ന് വെച്ചു ഓരോന്ന്. പിന്നെ ഹാസിമ ഉള്ളതുകൊണ്ട് പേടിയാണ്, എല്ലാത്തിലും കൈയിട്ട് വാരണത് കൊണ്ട് എന്താണോ പാക്ക് ചെയ്യണത് മാത്രമേ ഞാൻ എടുത്ത് ടേബിളിലേക്ക് കൊണ്ടുവരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം റൈസ് സെറ്റ് ചെയ്ത് 2 ബോക്സിലേക്കാണ് കേട്ടോ റൈസ് ആക്കുന്നത്. ഞാൻ കുത്തരിയാണ് ഉണ്ടാക്കിയത്. അത് പാക്ക് ചെയ്ത് ഓൾറെഡി അതിൽ പേരൊക്കെ എഴുതി ഇതേ മാറ്റി വെച്ചിട്ടുണ്ട്.
അടുത്തത് ഫിഷ് കറിയാണ്. അത് ഒരു കണ്ടെയ്നറിലാണ് കേട്ടോ എടുക്കുന്നത്. ഒരു 3 പീസോളം അതും വെച്ചിട്ടുണ്ട്. കുറച്ച് മാങ്ങയും ഒക്കെ ഇട്ട് ഇതേ കറിയൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്ത് അതും ക്ലോസ് ചെയ്യുന്നുണ്ട്. എല്ലാത്തിലും ഞാനൊന്ന് പേരെഴുതി കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഓരോന്നിൽ ഏതാണെന്നുള്ളൊരു കൺഫ്യൂഷൻ വരുമല്ലോ. അതേപോലെ ഇതേ രസം, ഇതെല്ലാം ഞാൻ ഓപ്പോസിറ്റായിട്ട് വെക്കുന്നത് മുകളിൽ പേരെഴുതാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഹാസിം ഇതിൻ്റെ ഇടയിൽ മാക്സിമം ചെയ്യാൻ പറ്റണൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന പേനയും ഒക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പോഴത്തേന് ഇക്ക വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ അടുത്ത് ഞാനൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട് ഹാസിമിനെ ഇക്ക മാനേജ് ചെയ്യായിരുന്നു കേട്ടോ ആ സമയത്ത്. ഇനി 2 തോരൻ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയ കണ്ടെയ്നർ 2 എടുത്തിട്ടുണ്ട്. ഇതേ ചീര പാക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇവിടെ വെണ്ടയ്ക്ക തോരൻ അതും ചെറിയ കണ്ടെയ്നറിലേക്ക് ആക്കുന്നുണ്ട്. അപ്പോഴാണ് എന്തോ മറന്നതുപോലെ തോന്നിയത് കേട്ടോ. പിന്നെ നോക്കിയപ്പോഴാണ് ചമ്മന്തി ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതും ചെറിയ കണ്ടെയ്നറിലേക്ക് ആക്കുന്നുണ്ട്. അതിലേക്ക് ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് ചമ്മന്തി ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടണേ. പ്രഗ്നൻസിയിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു സംഭവമാണല്ലോ മാങ്ങ. അതിപ്പോൾ പഴുത്തതാണെങ്കിലും പുളിയുള്ളതാണെങ്കിലും ചമ്മന്തിയൊക്കെ എപ്പോഴും ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മാങ്ങ ചമ്മന്തി ആക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എല്ലാം പേരൊക്കെ എഴുതി സെറ്റ് ചെയ്യുന്നുണ്ട്. അടുത്തത് പാക്ക് ചെയ്യുന്നത് ഫിഷ് ഫ്രൈ ആണ് കേട്ടോ. അതൊരു 3 പീസോളം അതും എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ ഇടിയപ്പം ഒരു 3 ട്രിപ്പോളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ആയി വരുന്നുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റത്തെ മാത്രമുള്ള വീഡിയോ എടുത്തുള്ളൂ. അത് കഴിഞ്ഞ് ഒരു 2 ട്രിപ്പും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം ബാക്കി വന്നിട്ട് ഞാൻ 2 ബോക്സിലാണ് ഇടിയപ്പം കൊണ്ടുപോയത്. ബാക്കി ഇവിടെ പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ചിട്ടാണ്. പിന്നെ 2 ചെറിയ കണ്ടെയ്നറിലായിട്ട് മുട്ടക്കറി അങ്ങനെ എടുത്തു. അവളുടെ ഹസ്ബൻഡ് അബുദാബിയിൽ റിഗിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ചില സമയത്ത് ആളുണ്ടാവലില്ല. അപ്പോൾ ഈ ഒരു വീക്കായിട്ട് മൂപ്പരില്ല എന്നാണ് കേട്ടോ പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ അവളെ മാത്രമേ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആളും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതനുസരിച്ച് എടുത്തത് കൊണ്ട് ഭാഗ്യം 2 പേർക്കും കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഉണ്ടാവും. പിന്നെ കണ്ടെയ്നറിൽ പായസമാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവും, അവിടെ പാക്ക് ചെയ്ത് കൊണ്ടുപോകണമല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു കുപ്പി ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അതിലേക്ക് പായസം ആക്കിയിട്ടുണ്ട്. പിന്നെ അതേപോലെ ഒരു ഗ്ലാസിൻ്റെ കണ്ടെയ്നറിലാണ് കേട്ടോ ദോശമാവ് ആക്കിയത്. കഴിഞ്ഞ തവണ ഇതിനു മുമ്പ് ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദോശമാവ് കുറച്ച് ഇതായി പോയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ പ്ലാസ്റ്റിക് കണ്ടെയ്നർ ആണെങ്കിൽ ഭയങ്കര പാടാണല്ലോ അവിടെ എത്തുമ്പോഴത്തേനും, ഹാസിമിനായിട്ട് പോകുമ്പോൾ പ്രത്യേകിച്ചും. പിന്നെ ഒരു ചെറിയ ബോട്ടിലിൽ കുറച്ച് അച്ചാർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഇതൊക്കെ കൊണ്ടുപോയി ആക്കാമെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ വീക്ക് ഡേ ആയതുകൊണ്ട് ആള് ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന സമയമാണ്. സംഭവം ഒരു 9:30 മണിയൊക്കെ ആയിട്ടുണ്ട്. ആളുടെ ഹസ്ബൻഡ് വന്നതും ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ സർപ്രൈസ് ആണല്ലോ. അപ്പോൾ പോണ വഴിക്കാണ് ഞാൻ വിളിച്ചത്. അപ്പോൾ വിളിച്ചപ്പോഴാണ് അറിയുന്നത് ഹസ്ബൻഡ് വന്ന് അവർ പുറത്താണ്. അവരൊരു 3/4 മണിക്കൂർ എടുക്കും വീട്ടിലെത്താൻ വേണ്ടിയിട്ട്. എന്താണ് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നുമില്ല, നിനക്കൊരു സംഭവം വാങ്ങിയിട്ടുണ്ട്, അത് തരാൻ വേണ്ടിയിട്ടാണ്, ഞാൻ നിൻ്റെ റൂമിൽ വെച്ചോട്ടെ, കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു കുഴപ്പമില്ല, ഡോറിൻ്റെ സൈഡിൽ വെച്ചാൽ മതി, ഫുഡും കാര്യങ്ങളൊക്കെ ആണെന്നുള്ളത് ആളോട് പറഞ്ഞില്ല കേട്ടോ, വരുമ്പോൾ കാണട്ടെ എന്ന് വിചാരിച്ചു. ഈ ഒരു സമയത്ത് അവൾ ഏറ്റവും ആഗ്രഹിച്ചിട്ടുണ്ടാവുന്നത് ഒരു ഹോം മെയ്ഡ് ഫുഡായിരിക്കും കേട്ടോ. അതെന്തായാലും എന്നെക്കൊണ്ട് പറ്റാവുന്ന പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്, അൽഹംദുലില്ലാ. അങ്ങനെ എല്ലാം കൊണ്ടുപോയി കൊടുത്തു. ഫൈനൽ കുറച്ച് പാത്രം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തിരിച്ച് വന്നിട്ടാണ് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ക്ലീനിങ് ചെയ്തത്. പാത്രങ്ങളൊക്കെ കഴുകി മാറ്റി. പിന്നെ അത്യാവശ്യം ഞാൻ സോപ്പൊക്കെ ഇട്ട് ഒന്ന് നന്നായിട്ട് തന്നെ കഴുകി, തുണികളൊക്കെ നന്നായിട്ട് കഴുകി പുറത്ത് കൊണ്ടുപോയി വിരിച്ചിട്ടിട്ടോ. കിച്ചൺ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സമാധാനമാണ്. പിന്നെ ഗ്യാസ് സ്റ്റോപ്പും ഞാനെല്ലാം മാറ്റി നന്നായിട്ട് സോപ്പൊക്കെ ഇട്ടൊന്ന് തേച്ച് കഴുകി സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ്. പായസമൊക്കെ ഇപ്പം ഉണ്ടാക്കിയല്ലേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തിരിക്കട്ടെ എന്ന് വിചാരിച്ചു. രാവിലത്തേക്ക് ഇടിയപ്പവും മുട്ടക്കറിയും എല്ലാം ഉണ്ട്. അപ്പോൾ പിറ്റേ ദിവസത്തെ കാര്യം അൽഹംദുലില്ലാ സമാധാനം, അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞു. ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യം അങ്ങനെ നടന്നു. അവൾക്കിതാക്കി കൊടുക്കാതെ പോയിരുന്നെങ്കിൽ ഒരു സമാധാനക്കുറവായിരിക്കും കേട്ടോ. കുറച്ച് കഷ്ടപ്പെട്ടാലും ഇതെല്ലാം അവിടെ എത്തിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.